Have you come across similar experience? മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ട് നിങ്ങളെ മറ്റുള്ളവർ മുമ്പാകെ വെറും ഹീനനാക്കി സംസാരിച്ച് മനോവേദനപ്പെട്ട് നിന്ദിക്കപ്പെട്ടവരുണ്ടോ? Before others, as a vilified, humiliated, despised, has anyone come across such a way? നമ്മുടെ യേശു അങ്ങനെ പോയിന്നേ. Jesus has to pass through so. നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്കുണ്ടാകാം. Sometimes you may have to encounter similar state. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഒരിക്കൽ ഇപ്പോൾ കോട്ടയം സെൻട്രൽ പാസ്റ്ററായ പാസ്റ്റർ ചാക്കോ അപ്പച്ചൻ ഒരു സംഭവം പറഞ്ഞു. The Honorable President Kotte Center Pastor Chaco narrated an താൻ event ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ when he was walking at a place. അവിടെ എന്തോ ഒരു സഭയിൽ ചെറിയ ഇടർച്ചയുണ്ടായി. There's some problem cropped up in the church. അപ്പോൾ പാസ്റ്റർ ഡോൺ ആ വഴി വിസിറ്റിംഗിനായി വന്നിരുന്നു. Pastor Don was coming through that way for ആ visitation. പ്രശ്നം പരിഹരിക്കേണ്ടി വരികയാണ്. The problem should be solved today. എങ്ങനെയാണ് ചെയ്യേണ്ടത്? What should be done? പാസ്റ്റർ ഡോൺ റൂമിൽ മൗനമായിരിക്കുക. Pastor Don remained silent in the room. പാസ്റ്റർ ചാക്കോ ചാൻ റൂമിലോട്ട് ചെന്നപ്പോൾ As Pastor Chaco visited his room, ആദ്യം ചോദിച്ചു, ഈ പ്രശ്നം തീർക്കപ്പെടുവാൻ ഒരു മൃഗം അറുക്കപ്പെടണം. in order to solve this problem, the beast should be slain. ഇത് ഒരു മൃഗം ചുമന്ന് അറുത്താലേ പ്രശ്നം തീരത്തുള്ളൂ. If a beast is sacrificed only, this will be solved. അടുത്ത ചോദ്യം എന്താണ്? Next question. പാസ്റ്റർ ചാക്കോ, ഞാൻ ആരെ അറുക്കും? Pastor Chaco, who is that beast? ഉടനെ പാസ്റ്റർ ചാക്കോ ചാൻ പറഞ്ഞു, പാസ്റ്റർ ഡോൺ പ്ലീസ് എന്നെ അറുത്താട്ടെ എന്ന് പറഞ്ഞു. Pastor Chaco immediately replied, Pastor Don, I am the beast. ആ പ്രശ്നം തീർക്കാൻ എന്ത് ചെയ്തു? What is done to solve the problem? ശരിയും തെറ്റും എല്ലാം കൂടെ പാസ്റ്റർ ചാക്കോ ചാന്റെ തോളയിലോട്ട് വെച്ചു. Righteousness, unrighteousness, everything is levied upon the shoulder of Pastor Chaco. എല്ലാ തെറ്റും പാസ്റ്റർ ചാക്കോയുടേതെന്ന് പറഞ്ഞു. Pastor Chaco undertook everything. ആ പ്രശ്നം എന്നേക്കുമായി തീർന്നുപോയി. Forever, that was the answer to the problem. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ആരത് ചുമക്കുമെന്ന് ചോദ്യമായി. The question comes, who will bear it? ആരെ ഞാൻ അയക്കണം? Who should be sent? ആരെനിക്ക് വേണ്ടി പോകും? Who will go for me? ഇതാ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. Behold, your voice. പിതാവേ എന്നെ അയക്കണമേ. No, Father, let me be sent. ഞാൻ പോയിക്കൊള്ളാം. I'll go. ഞാൻ മനുഷ്യന്റെ നിന്ന ചുമന്നുകൊള്ളാം. I'll bear the reproach of ഞാൻ man. മനുഷ്യന്റെ പാപം ചുമന്നുകൊള്ളാം. I'll bear the sin of man. ഞാൻ അവന്റെ രോഗം വഹിച്ചുകൊള്ളാം. I'll bear the sickness of man. ഞാൻ അവന്റെ അകൃത്യത്തെ എന്റെ തോളിൽ എടുത്തുകൊള്ളാം. I'll bear his iniquity. യേശു മുൻപോട്ട് വരികയാ. Jesus steps forward. യേശുവിനെ അനുഗമിച്ച ദൈവ പൈതലേ, Child of God who follows Jesus. ഒരുപക്ഷെ നീ ഈ പാതയിൽ പോകേണ്ടി വരും. Sometimes you may have to pass through the same way. അപ്പോൾ നീ എന്ത് ചെയ്യണം? And what must you നിന്റെ do? കർത്താവിനെ നീ ഓർത്തുകൊള്ളണം. Remember your Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name നമ്മുടെ of God. എത്രയോ വിശുദ്ധന്മാർ പ്രാരംഭകാലത്ത് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. Many saints during the ancient days were despised. എത്രയോ വിശുദ്ധന്മാരെ വീടുകളിൽ നിന്ന് തള്ളി ഇറക്കി വിട്ടിട്ടുണ്ട്. Many saints were rejected, cast out of their houses. ഒരിക്കൽ നമ്മുടെ പാസ്റ്റർ ലാസ്ത്രപ്പച്ചൻ മാവേലിക്കര സഭാ ശുശ്രൂഷകനായിരിക്കുമ്പോൾ Once when Pastor Lazarus was the worker at Mavelikara, അന്ന് അദ്ദേഹം തിരുവല്ലായിൽ മാസ്യോഗത്തിനായി പോയി. he went to Tiruvalla to attend the monthly meeting. ആ മാസ്യോഗം കഴിഞ്ഞ് താൻ തിരികെ വരുമ്പോൾ അന്ന് ചന്ദ്രിക എന്ന് പറയുന്ന ഒരു ബസ്സുണ്ട്. On his return from the monthly meeting, there was a parade bus named Chandrika. താൻ പെട്ടെന്ന് ആ ബസ്സിൽ കയറി. Suddenly he boarded the bus. ബസ് ഇങ്ങനെ ഓടി വരികയാണ്. It was coming through. കാവും ഭാഗത്തോട് അടുക്കാറായപ്പോൾ It was coming to the grove. കണ്ടക്ടർ വന്ന് ചോദിച്ചു, Conductor asked him, ഉപദേശി ടിക്കറ്റ് എടുത്തോ? Evangelist, have you got the ticket? ആ ഉപദേശി ടിക്കറ്റ് എടുത്തോ? Have you taken the ticket? പാസ്റ്റർപ്പച്ചൻ പറഞ്ഞു ടിക്കറ്റ് എടുത്തില്ല. Pastor replied, no, I didn't take the ticket. എന്നാൽ പൈസ തന്നാട്ടെ. Come on, give me the money. അപ്പൊ പാസ്റ്റർ എന്ത് പറഞ്ഞു? What did Pastor ഞാൻ say? വിശ്വാസത്താൽ കയറിയതാണ്. By faith I boarded. കണ്ടക്ടർ പെട്ടെന്ന് മണിയടിച്ചു. Conductor just rang the bell. ഉപദേശി അതേ വിശ്വാസത്താൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. Preacher with the same faith, get out. പ്രിയമുള്ളവരെ, ഈ മാർഗം കൂണുപോലെ കുരുത്തതല്ല. Whenever this is sprout like mushroom. ഇന്ന് നമുക്ക് എല്ലാ സമൃദ്ധിയുമുണ്ട്. Today there is everything prosperous. എന്നാൽ ഇതിന്റെ എല്ലാ പിന്നിൽ യേശു നിന്ന വഹിച്ചിരുന്നു. Behind everything, Jesus bore the reproach. ഇതിന്റെ പിന്നിൽ നമ്മുടെ പിതാക്കന്മാർ നിന്ന വഹിച്ചിരുന്നു. Our forefathers bore the reproach behind everything. ദുഃഖത്തോടെ അദ്ദേഹം ഇറങ്ങുകയാണ്. With sorrow he was returning. തൊട്ടടുത്തൊരു ഹൈന്ദവ മനുഷ്യനിരുന്നു. Here there is a Hindu man. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ആ ഉപദേശി ഇറക്കി വിട്ടത്? Yes, why this man is alighted? അപ്പോൾ പറഞ്ഞു, അയ്യോ അദ്ദേഹത്തിന് വണ്ടിക്കൂലിയില്ല. He didn't have the bus fare. പെട്ടെന്ന് ബസ് ബെല്ലടിച്ച് നിർത്തി. He rang the bell, bus was stopped. കലക്ടറോട് പറഞ്ഞു, ദയവായി കയറ്റിക്കാട്ടെ. Come on, board him again. ആ തന്റെ സമീപത്തിരുത്തി. He was kept beside him. ഇറങ്ങുമ്പോൾ തന്റെ കയ്യിലുള്ള ബാലൻസ് 13 രൂപ പാസ്റ്റർ ലാസ്ത്രപ്പച്ചന് കൊടുത്തിട്ട് ഹൈന്ദവൻ പോയി. The Hindu man, the remaining balance 30 rupees that he had to Pastor Lazarus and Ben Samuel. ഈ മാർഗത്തിൽ ഒന്നാമത് യേശു നിന്ന വഹിച്ചിരുന്നു. Most importantly, Jesus bore reproaches in this way. അതിനപ്പുറം നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ നിന്ന വഹിച്ചിരുന്നു. Thereafter, our forefathers, the saints, bore the
reproach. യേശു പോകുന്ന വഴിയാ. This is the way passed by Jesus. യേശുവിനെ അവർ എങ്ങനെയാണ് നിന്ദിച്ചത്? In which way was Jesus അവന്റെ മുഖത്ത് reproved? കെട്ടി കർണത്തടിച്ചവനെ നിന്ദിക്കുക. They slapped him and he was smitten. 156 മുള്ളുള്ള കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ചവനെ നിന്ദിക്കുക. He is crowned with the thorny crown with 156 thorns that disappears through. ശുഭ്രവസ്ത്രം ധരിച്ച് നിസ്സാരനാക്കി നിന്ദിക്കുക. He was arrayed in a gorgeous robe. He was vilified. ഞാൻ പറഞ്ഞല്ലോ, ചില മനുഷ്യർക്ക് എന്തും സഹിക്കാം. I told you some people can tolerate anything. ഒന്ന് നിസ്സാരമായി സംസാരിച്ചാൽ തീർന്നു പോകും. He humiliates, they cannot tolerate. ചെറിയൊരു വാക്ക് മതി. A small word will do. ചില കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അത് ബാധകമാണ്. You small children cannot tolerate. ചിലർ വർഷപ്പഴക്കം പറയാറുണ്ട്. Some people put up service. വലിയ കാര്യങ്ങൾ അവർക്കറിയാം. They say tall claims. ഒരു ചെറിയ കാര്യത്തിൽ അവർ തകർന്നു പോകും. Before minor thing, they'll be broken. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Tonight, let me ask you, നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ? if you are a true Christian, നിങ്ങൾ യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുന്നവരാണോ? if you are really following Jesus, നിങ്ങളുടെ അവകാശം യേശുവിന്റെ സിംഹാസനമാണോ? the throne of Jesus is your inheritance. ആണെങ്കിൽ നിശ്ചയമായും ഈ പാതയിൽ കൂടെ പോയേ ഒക്കത്തുള്ളൂ. If so, you have to pass through this way. ഓ, നിന്റെ സഹപ്രവർത്തകർ നിന്നെ നിന്ദിച്ചെന്ന് വരാം. Your colleagues might despise you. നിന്റെ കുടുംബത്തിലുള്ളവർ നിന്നെ നിന്ദിച്ചെന്ന് വരാം. Your kindred might despise you. നിന്റെ സഹോദരങ്ങൾ നിന്നെ നിന്ദിച്ചെന്ന് വരാം. Your siblings might reject you. നിന്റെ രോഗനിമിത്തം നിന്നെ നിന്ദിച്ചെന്ന് വരാം. Because of sickness, you may be rejected. നിന്റെ പരാജയ നിമിത്തം നിന്നെ നിന്ദിച്ചെന്ന് വരാം. Due to the debacle, people might deny you. നിന്നെ ഹീനനാക്കി നിസ്സാരനാക്കി സംസാരിച്ച് നിന്ദിച്ചെന്ന് വരാം. You'll be abated, abased, disdained. ഒരിക്കലും നിന്റെ മനസ്സ് പതറിപ്പോകരുത്. Do not get fumbled at anything. നീ നിൽക്കുന്നത് ഏലാ താഴ്വരയിലാ. You are in the valley of Elah. നാലാമത്, യേശുവിനെ എങ്ങനെയാണ് അവർ നിന്ദിച്ചത്? Fourthly, how was Jesus despised? ബൈബിളിൽ ഇങ്ങനെ പറയുന്നു. The Bible says, ലൂക്കോസിന്റെ സുവിശേഷം 23:35 വായിക്കുമ്പോൾ Luke's Gospel 23 verse 35. അവിടെ എഴുതിയിരിക്കുകയാണ്, It's written there, ആ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും the nobles and the priests, അവർ തലകുലിച്ച് കുലുക്കി പരിഹസിച്ച് യേശുവിനെ നിന്ദിക്കുക. they nodded their head and they just pursued Jesus shaking. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. If you are the son of God, come down. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. We'll believe you. ഈ കാലത്തോളം താൻ ചെയ്ത അത്ഭുതം കണ്ടവർ വിശ്വസിക്കുന്നില്ല. Thus far, they denied the miracles that Jesus performed. ഇതുവരെയും താൻ പ്രസംഗിച്ച പ്രസംഗം കേട്ടവർ വിശ്വസിക്കുന്നില്ല. Thus far, they didn't believe in the messages delivered by Jesus. ഇപ്പോൾ അവർ യേശുവിനെ പരിഹസിച്ച് നിന്ദിക്കുക. How they derided Jesus and mocked him. പ്രിയ ദൈവ പൈതലേ, Wherever child of നീ God, യേശുവിനെ അനുഗമിച്ചവനാണെങ്കിൽ they followed Jesus. നിശ്ചയമായും ഈ പാതയിൽ പോകേണ്ടി വരും. Truly, you have to pass through this way. മറ്റുള്ളവർ നിന്നെ നിന്ദിച്ച് സംസാരിക്കും. Others may despise and mock at you. ഒരുപക്ഷെ നിന്റെ മക്കള് നിന്നെ നിന്ദിച്ചെന്ന് വരാം. Sometimes your own children might deride you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പാസ്റ്റർ കാനമച്ചനാണെന്ന് തോന്നുന്നു, Years ago, Honorable Pastor Karach, എന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരു കഥ ഞാൻ ഓർക്കും. during my younger days, I heard a story which is narrated at the message. ഒരു ഗ്രാമത്തിൽ ഒരു അമ്മയും കുഞ്ഞും തനിയെ താമസിച്ചിരുന്നു. In the hamlet, a child and the mother alone dwelt. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഞാനൊരു 30 വർഷങ്ങൾക്ക് അപ്പുറം കേട്ടിട്ടുള്ളതാണ്. I heard this some 3 decades ഒരു ago. ഗ്രാമത്തിൽ ഒരു അമ്മയും കുഞ്ഞും തന്നെ താമസിച്ചു. In a village, a mother and a child dwelt alone. കുട്ടിക്കാലത്തിലെ ആ കുഞ്ഞിന്റെ അപ്പൻ മരിച്ചുപോയിരുന്നു. During the younger days, the child's father passed അമ്മ away. എവിടെയോ ജോലിക്ക് പോകുമ്പോൾ Mother, as she was ഈ employed കൊച്ചു somewhere, പെൺകുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. the child was kept in the cradle. ആ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന കണ്ട് ഈ അമ്മ ജോലി തേടിപ്പോയി. As it was put to sleep, mother went to the work. എന്നാൽ അവൾ ജോലിക്കിടയിൽ മടങ്ങി വരുമ്പോൾ ഈ വീടിന് തീ പിടിച്ചു. After the work, as she was returning, this caught fire. ആ അമ്മയ്ക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. Mother could not tolerate it. അവൾ ഓടി ഈ തീക്കുള്ളിൽ കൂടെ ഓടി കയറി ചെന്ന് She rushed through the window. ഈ കുഞ്ഞിനെ എടുത്ത് പുറത്തു കൊണ്ടുവന്നു. She took the child, brought out. അവൾ കുഞ്ഞുമായി പുറത്തു വരുമ്പോൾ തീ കഷ്ണങ്ങൾ അവിടെ മുഖത്തൊക്കെ വീണിരുന്നു. As she was coming with the child, flames touched on അവളുടെ face. കൈയും മുഖവും ഒക്കെ പൊള്ളിയിരുന്നു. And the swelling on bones എങ്കിലും ആ on the face. കുഞ്ഞിനോടുള്ള സ്നേഹത്താൽ അവൾക്ക് അത് വേദനയായി തോന്നി. However, because of the love of the child, she suffered the pain. പിന്നീട് അവൾ ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ടു വളർത്തി. Thereafter, she, by means of അവൾ toiling, നല്ല brought up the child. അവൾ നല്ല മിടുക്കിയായി തീർന്നു. She became a smart അവൾ child. വളരെ ഉയരങ്ങളിലേക്ക് എത്തി. She went to high position. അവൾക്ക് വലിയൊരു ജോലി കിട്ടി. She got
got a good profession. അപ്പോൾ ധാരാളം സ്നേഹിതരുണ്ടായി. She had got plenty of friends. അവൾ മനോഹരമായ ഒരു വീട് പണിതു. She built a beautiful അപ്പോൾ house. ഒരു ദിവസം അവളുടെ സ്നേഹിതർ ആ വീട്ടിലേക്ക് വരികയാണ്. One day the friends visited the house. പക്ഷേ അവൾക്ക് അവളുടെ മനസ്സിനെ അലട്ടിയ ഒരു വേദന ഉണ്ടായിരുന്നു. She was embarrassed by a thought. ഈ ഈ മുഖമെല്ലാം വിരുവപ്പെട്ട ഈ സ്ത്രീ എന്റെ അമ്മയാണെന്ന് പറയാൻ അവൾക്ക് സഹിച്ചില്ല. Mother's visage is marred. How can I introduce this as my mother? അത് നാളുകളായി അവളുടെ മനസ്സിനെ She അലട്ടിക്കൊണ്ടിരുന്നു. was harassed by the thought for years. എങ്ങനെ പറയും ഈ അമ്മ ഈ സ്ത്രീയാണ് എന്റെ അമ്മയെന്ന്? How can I introduce this is my mother? അവൾ വളരെ വ്യാകുലപ്പെട്ടു. She's anguished. ആ സ്നേഹിതർ വരുന്ന തലേ ദിവസം ഇവൾ അമ്മയോട് പറയും, The penultimate evening of the visit, she told her mother, അമ്മയ്ക്ക് എന്നോട് പ്രയാസം തോന്നരുത്. Mother, be not grieved at me. ഇതെന്റെ മാന്യതയുടെ ഭാഗമാണ്. This is a part of my personality. അതുകൊണ്ട് നാളെ എന്റെ സ്നേഹിതർ വരുമ്പോ Tomorrow when my friends come, ഞാൻ ഈ അമ്മയെ ഈ മുറിക്കുള്ളിലിട്ട് അടയ്ക്കും. I'll confine you within the room. അവർ പോകുന്നത് വരെ അമ്മ ദയവായി ഇറങ്ങി വരും. Till the God place do not come out. അമ്മയുടെ ഈ മുഖത്തെ പാടുകളൊക്കെ കണ്ടാൽ അതെന്തൊരു കഷ്ടമാണ്. And see the patches on your face. അപ്പോൾ There is a ആ അമ്മ disorder വളരെ to me. ദുഃഖത്തോടെ കരയാൻ തുടങ്ങി. Mother started weeping with sorrow. അതുവരെ അറിയാത്തൊരു സത്യം അവളോട് പറഞ്ഞു കൊടുത്തു. She reveals the truth which has been hidden. മോളെ, നിന്റെ പ്രായത്തിൽ ഞാൻ നിന്നേക്കാൾ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയായിരുന്നു. At your age, I had been prettier than you are. നീ ജനിക്കുമ്പോൾ തന്നെ നിന്റെ അപ്പച്ചൻ മരിച്ചിരുന്നു. At the time you were both, your father ഞാൻ passed നിന്നെ away. കഷ്ടപ്പെടുത്തി വളർത്തി. I suffered and reared you up. എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് ഞാൻ വികൃതമായത് എങ്ങനെയാണെന്ന് നിനക്കറിയാം. You know in which way I lost my beauty. നാം പാർത്തിരുന്നത് ഇന്ന ഗ്രാമത്തിലായിരുന്നു. In that village we were dwelling. നമ്മുടെ വീട് ഒരു കൊച്ചു വീടായിരുന്നു. Our house was a cottage. ഒരു ദിവസം ഞാൻ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് പോകുമ്പോൾ One day, as I put in the cradle in ആ sleep, വീടിന് തീ പിടിച്ചു. it has caught fire. നീ അതിൽ വെന്തു മരിക്കാതിരിക്കുവാൻ, In order not to be consumed, നീ അതിൽ വെന്തു in order മരിക്കാതിരിക്കാൻ not to be consumed, നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ ആ തീയിലേക്ക് ഓടിക്കയറി. because I rushed into the fire. ഞാൻ നീയുമായി ഇറങ്ങി വരുമ്പോൾ എന്റെ മുഖത്ത് തീ കത്തി. When I rescued, came in with you, my face is afflicted with അങ്ങനെയാണ് fire. മകളെ ഞാൻ ഈ വികൃത രൂപമായത്. This is how I put on this visage. ആ ദുഃഖം നീ അറിയാതിരിക്കാൻ ഞാൻ ഇതുവരെയും അത് നിന്നോട് പറഞ്ഞിട്ടില്ല. So far I have revealed this in that you might not know this sorrow. പ്രിയ ദൈവവൈതലേ, Wherever child of God, ഇപ്പോൾ നീ നിന്നയുടെ പാതയിൽ പോകുകയാണോ? are you passing through the path of rejection നിനക്ക് now? മുൻപേ യേശു നിന്ന വഹിച്ചിരുന്നു. Jesus had already forborne this suffering. അവർ മനുഷ്യനാൽ നിന്ന ഏറ്റവനായിരുന്നു. He was despised by fellow beings. നാം നിന്നയുടെ താഴ്വരയിൽ കൂടെ പോകേണ്ടി വരും. He is passed through the valley of reproach. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ യേശുവിനെ ഓർത്തുകൊള്ളണം. Then we must consider Jesus in our mind. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the അപ്പോൾ Lord. ഞാൻ പറഞ്ഞല്ലോ, ഈ 4 നിലവാരത്തിലുള്ള നിന്നയും നമുക്ക് നേരിടാം. I told you we have to encounter reproach in 4 angles. ചിലപ്പോൾ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ച് നമ്മളെ നിന്ദിച്ചെന്ന് വരാം. Sometimes crowned the thorny crown and pierced through and proud. ചിലപ്പോൾ നമ്മളെ നിസ്സാരരാക്കി സംസാരിച്ച് നമ്മെ നിന്ദിച്ചെന്ന് വരാം. Sometimes we will be belittled and vilified. ചിലപ്പോൾ നമ്മുടെ കണ്ണുകെട്ടി മുഖത്തടിച്ച് നമ്മെ നിന്ദിച്ചെന്ന് വരാം. Sometimes we will be blindfolded, smitten, slapped. ചിലപ്പോൾ നമ്മുടെ സകല മഹത്വത്തെയും മറന്ന് അവർ തലകുലുക്കി യേശുവിനെ നിന്ദിച്ച് പരിഹസിച്ചതുപോലെ പരിഹസിച്ചെന്ന് വരാം. Sometimes they will be oblivious of all our honor, deride us, nor mock it as done to Jesus. നിങ്ങൾ അങ്ങനെയുള്ള പാതകളിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ? Have you ever gone through such a way? അങ്ങനെ പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? Have you come across similar circumstances? ഞാൻ നിങ്ങളോട് കരങ്ങൾ ഉയർത്താൻ ആവശ്യപ്പെടുന്നില്ല. I am not willing to ask you to lift the hand. പക്ഷേ നാം അങ്ങനെയുള്ള പാതകളിൽ പോകേണ്ടി വരും. However, we may have to pass through such ways. നാം മനുഷ്യരാൽ നിന്ദിക്കപ്പെടേണ്ടി വരും. We may have to be despised by men. രാവിലെയും വൈകിട്ടും ഇസ്രായേലിനെ ഗോലിയാത്ത് നിന്ദിച്ചു. Morning and evening Goliath reproved Israel. എങ്ങനെയാണ് ദാവീദ് അവനെ ജയിച്ചത്? How did David overcome him? അപ്പോൾ ദാവീദിന് ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നു. David had a clear conscience. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ദാവീദ് തന്റെ അഭിഷേകത്തെ സൂക്ഷിച്ചിരുന്നു. David kept his anointing. മുൻകാലത്ത് ദൈവം ചെയ്ത അനുഭവങ്ങൾ ഓർമ്മയിൽ എഴുതി വെച്ചിരുന്നു. In the time as all the benefits done to the Lord, he അവന്റെ ആദരത്തിൽ യഹോവയുടെ നാമം ഉണ്ടായിരുന്നു. he got the name of the Lord in his lips. അവന്റെ കയ്യിൽ ഒരു കവണ ഉണ്ടായിരുന്നു. He got a sling in his hand. അവന്റെ ഇടയ സഞ്ചിയിൽ മിനുസപ്പെട്ട കല്ലുകൾ The ഉണ്ടായിരുന്നു. shepherd boy, he got sharpened, polished stones. ഇപ്പോൾ അവൻ എന്താണ് പറയുന്നത്? Now what does he say? രാജാവേ,
thy majesty. അവയിൽ ഒന്നിനെ പോലെ ഇവൻ വീണുപോകും. Like one among them, he will be defeated. പ്രിയ ദൈവവൈതലേ, നിങ്ങൾ പോകുന്ന പാതകൾ എങ്ങനെയാണ്? Beloved child of God, whatever the path in which you are taking, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. glory be to the Lord. ഞാൻ അടുത്ത കാലത്ത് ഒരു സഹോദരനെ കണ്ടു. Recently, I visited a അവൻ brother. വിദേശത്തൊരു ബിസിനസ് ആയിരുന്നു. He was engaged in business ആ abroad. ബിസിനസ് എല്ലാം തകർന്നുപോയി. Business crumbled. അവന്റെ കടം വീട്ടുവാൻ നാട്ടിലുള്ളത് കൂടെ വിറ്റ് അത് കടം വീട്ടേണ്ടി വന്നു. He sold his property in the inland in order to clear up ഒടുവിൽ അവൻ the debts. എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ കടക്കാരനായി തീർന്നു. Finally, he lost everything and suffered from bankruptcy. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് അവൻ നമ്മുടെ മാർഗത്തിൽ വന്നു. Somehow or other, he came back to our fellowship. അടുത്ത കാലത്ത് അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. Recently, he told me something. ഈ കടഭാരം ഒന്നുമല്ല വലുത്. Pastor, no problem, this bankruptcy. എന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും നിന്നയാണ് എനിക്ക് താങ്ങാൻ വയ്യ. I cannot tolerate the reproach of my children and wife. ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. I did not do any evil. ഞാൻ ഒരു സ്നേഹിതനെ വിശ്വസിച്ച് അവനോടുകൂടെ ബിസിനസ് ചെയ്തതാണ്. I trusted a friend and befriended in ഇപ്പൊ business. എല്ലാം നഷ്ടപ്പെട്ടു പോയി. Now I lost everything. ദുഃഖത്തോടെ എന്നോട് പറയുക, With the sorrow he narrated എനിക്ക് this. വീട്ടിലേക്ക് ചെല്ലാൻ താല്പര്യമില്ല. I am not willing to return to home. ഞാൻ ദിവസവും നിന്നെയാണ് ഞാൻ കേൾക്കുന്നത്. Every day I hear words of reproach. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും നിന്നയുടെ താഴ്വരയിൽ നിൽക്കുന്നവരുണ്ടോ? Today anyone standing in the valley of despise, ദയവായി നിങ്ങളുടെ മനസ്സിലെ ദർശനം മങ്ങിപ്പോകരുത്. please do not have an eclipse of the vision. നിങ്ങൾ പോകുന്നത് യേശുവിന്റെ പാതയിൽ കൂടെയാണ്. You are passing through the way of Christ. നിങ്ങളുടെ രോഗനിമിത്തം മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നുവോ? Others might despise you because of sickness. നിങ്ങളുടെ പരാജയ നിമിത്തം മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നുവോ? Are you despised because of the failures of your നിങ്ങളുടെ life? ദാരിദ്ര്യ നിമിത്തം മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നുവോ? Are you despised because of your poverty? ഈ പോകുന്ന വഴി യേശുവിന്റേതാണ്. Whereby this is the path of Jesus. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many believe it? ഈ പാത യേശുവിന്റേതാണ്. This path is of അവൻ Jesus. മനുഷ്യനാൽ നിന്ദിതനായിരുന്നു. He was despised by men. അവൻ നിന്ന He വഹിച്ചിരുന്നു. bore reproach. നിശ്ചയമായും യേശുവിനെ അനുഗമിച്ച ക്രിസ്ത്യാനിയാണ് ഞാൻ. Truly, I'm a Christian who followed Jesus. എന്റെ ജീവിതത്തിൽ നിന്ന വരട്ടെ. Let reproach come to my life. യേശുവേ, ഞാനത് സന്തോഷത്തോടെ സഹിച്ചുകൊള്ളാം. Oh Jesus, joyfully. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many do believe? എത്ര ദൈവമക്കൾ ആ വചനം വിശ്വസിക്കുന്നു? How many believe the word of God? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. അപ്പോൾ നാം ഏലാ താഴ്വരയിൽ കൂടെ പോകേണ്ടി വരും. We got to pass the valley of Elah. അപ്പോൾ ഈ നിന്ന വരുമ്പോൾ എന്ത് സംഭവിക്കും? When reproach comes, what must we do? ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ When God is guiding us, ദൈവം ചിലപ്പോൾ നല്ല ശിക്ഷണമൊക്കെ നമുക്ക് തരാറുണ്ട്. God may give a chastening. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ചിത്രമാണ് ഈ ശിക്ഷണം എന്ന് പറയുന്നത്. Chastening is the manifestation of the love of God. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, Coming to Hebrews, Saint Paul says, ദൈവം താൻ സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കുന്നു. God punishes anyone whom he loves. ഇങ്ങനെയല്ലേ വാക്യം? Is it the verse? കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. God chases the one whom he loves. ദൈവത്തിന് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇടയ്ക്കത് നല്ല അടി കിട്ടും. If God loves us in between, he will beat us. പൗലോസൊക്കെ അടി കൊണ്ട് വളർന്നതാണ്. Saint Paul was beaten up and grown. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കൊന്നും അടി കിട്ടാറില്ല. The new generation normally not beaten up. ഇപ്പൊ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയ പിള്ളേരെ തല്ലാനൊക്കത്തില്ല. When you visit Western countries, you cannot beat your children. ഇത് വെച്ച് മുതലെടുക്കുന്ന വിദ്വാൻമാരുണ്ട്. There are people who make a capital out of this. പക്ഷേ അത് ഓർമ്മയിൽ വെച്ച് ഇന്ത്യയിൽ വെച്ച് തല്ലു കൊടുക്കുന്നവന്മാരും ഉണ്ട്. But keeping the same, as they come to India, the children will be given corporal നമ്മുടെ punishment. ഒരു ഫാമിലി ഇംഗ്ലണ്ടിലുണ്ട്. One of our families in India. അവിടെ രണ്ട് ആൺകുട്ടികളായി. ഇപ്പോൾ അവന്മാർ വലിയ വലിയ മിടുക്കന്മാരായി പോയി. 2 boys, now they have become smart enough. അതിൽ മൂത്തൊരു പയ്യനുണ്ട്. The elder one, അവൻ എന്തെങ്കിലുമൊക്കെ കുശുദ്ധി കാണിച്ചാൽ നമുക്ക് മിണ്ടാനൊക്കത്തില്ല. he is too unruly, we cannot retaliate. അവൻ പറയും, അപ്പനോട് ഇപ്പൊ ഞാൻ ഫോൺ കറക്കും, പോലീസ് വരും. He will individuate the father, I'm going to inform the police. പലത് പറഞ്ഞ് അവൻ പേടിപ്പിക്കും. And he will threaten അപ്പൊ parents. അപ്പൻ ഇതെല്ലാം നോക്കി വെച്ചിരുന്നു. Father was keeping everything in പല mind. പ്രാവശ്യത്തെ കണക്കൂട്ടി വെച്ചിരുന്നു. He calculated ഈ this amount അപ്പനെ many times. മറ്റൊന്നും ഓർമ്മയില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ട്. Father remembers all these things. കുറെ നാള് കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങി. After some days they landed at the Cochin കൊച്ചി airport. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ട് വരുമ്പോ The moment they landed at Cochin airport, Edinburgh and came അപ്പൊ out. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവനോട് പറഞ്ഞു, ആ പെട്ടിയെടുത്ത് വണ്ടിയിലോട്ട് വെക്കലാന്ന് പറഞ്ഞു. He asked the boy, take the bag and keep it in the അവൻ vehicle. നോ എന്ന് പറഞ്ഞ് എതിർത്ത് പറയാൻ തുടങ്ങി. He said, no, I cannot. രണ്ടു പൊട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു. He just beaten him. എടാ, ഇത് ഇംഗ്ലീഷുകാരുടെ രാജ്യമല്ല, എന്റെ രാജ്യമാണ്. This is not the country of the English, but this is ഞാൻ my ചോദിച്ചു, country. എന്തിനാണ്
എന്തിനാണ് അങ്ങനെ ചെയ്തത്? I asked, what did you do? 2 പൊട്ടിക്ക് അങ്ങോട്ട് നോവിച്ചു കൊടുത്തു. 2 stripes given to him. കാര്യം ഇംഗ്ലണ്ടിലാണ് ഇവനെ തല്ലാനൊക്കത്തില്ല, ഇന്ത്യയിലാണെങ്കിൽ 2 കൊടുക്കാം, അതിന് ഞാൻ കൊടുത്താന്ന് പറഞ്ഞു. In England I cannot do, but in India I can punish him, though I did it. ആ കൊച്ചൻ കരഞ്ഞോണ്ട് വണ്ടിയെ കയറി. With the tears he boarded the vehicle. അപ്പോഴാണ് അവന് ഇന്ത്യയുടെ ഗുണം പിടികിട്ടിയത്, അടി കിട്ടുമെന്ന്. Then he understood the nature of India, he will be punished. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. പൗലോസ്ലീഹ പറയാ, ദൈവം താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കും. Apostle Paul says, the Lord chases the one whom he loves. അപ്പോൾ ഈ ശിക്ഷയ്ക്ക് 2 വശമുണ്ട്. This punishment has got ദൈവം 2 നമ്മെ sides. ശിക്ഷിക്കുമ്പോൾ ശിക്ഷയ്ക്ക് 2 വശമുണ്ട്. When God punishes us, it has got 2 sides. എന്തൊക്കെയാണ് ആ ഭാഗങ്ങൾ? What are the 2 sides? ഒന്ന്, ശിക്ഷയുടെ ഒന്നാമത്തെ വശം കഷ്ടതയാണ്. The first part of what is suffering. നമുക്ക് ചിലപ്പോൾ കഷ്ടങ്ങളൊക്കെ വരും. Some days you may have to suffer. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ കഷ്ടത്തിലായത് ഗുണമായി. It is said that it's good for me, I was in trouble. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ Beloved brethren, when the Lord punishes you, നിങ്ങൾ നിത്യ നരകത്തിൽ പോയി ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കാൻ you must not be entangled in the punishment of the world and go into hell. നീതിമാനായ ദൈവം നിങ്ങളെ ശിക്ഷിച്ചെന്ന് വരാം. The righteous God might chasten you. ആ ശിക്ഷയ്ക്ക് 2 വശമുണ്ട്. That punishment has got 2 ആ sides. ശിക്ഷയുടെ ഒന്നാമത്തെ വശം ഏതാണ്? Which is the first part? അതാണ് കഷ്ടത. The sufferings. ആ കഷ്ടത നമുക്ക് വന്നെന്നിരിക്കട്ടെ. Suppose we may suffer. നമുക്കൊക്കെ കഷ്ടത വന്നാൽ എന്ത് ചെയ്യും? When sufferings in our life, what will we do? നമ്മുടെ മറ്റുള്ളവർ നമ്മളെ കാണാൻ വരും. When others come to visit us, അവര് നമുക്ക് ബ്രെഡും ഓറഞ്ചും റസ്കും ഒക്കെ മേടിച്ചോണ്ട് തരും. they will buy bread, rusk and orange. പോകുമ്പോൾ വേണേ 100 രൂപയും തരും. When they go, they will offer 100 rupees. നാം കഷ്ടത്തിലാകുമ്പോൾ When we are in sufferings, നമ്മുടെ സഹപ്രവർത്തകർക്കും സഹജീവികൾക്കും ഒക്കെ വലിയ സഹതാപം തോന്നും. with the colleagues, fellow beings, they will develop sympathy. അയ്യോ ഫസ്റ്റ് കഷ്ടത്തിലാണോ? Pastor, are you in trouble? ഇപ്പൊ 100 രൂപയ്ക്ക് 5 കിലോ ഓറഞ്ച് കിട്ടുന്നതുകൊണ്ട് ചിലപ്പോ 5 കിലോയും മേടിച്ചെന്നു വരും. If they get 5 kilos oranges, they will give all the 5. അപ്പൊ നമ്മൾ കഷ്ടത്തിലാക്കുമ്പോൾ മറ്റുള്ളവർക്ക് സഹതാപം തോന്നും. When we are in trouble, others develop sympathy. ഇനി ശിക്ഷയുടെ 2ാമത്തെ വശം ഏതാണെന്നറിയാമോ? Which is the second side of this punishment? അത് താഴ്ചയാണ്. That is vilification. അതുകൊണ്ടാ പറഞ്ഞത്, ദൈവമേ നിന്റെ വിധികളെല്ലാം നീതിയുള്ളവ. Oh Lord, all your judgments are full of righteous nature. നിന്റെ വിശ്വസ്തത കൊണ്ടല്ലോ നീ എന്നെ താഴ്ത്തിയത്. In thy faithfulness thou hast abated me. അപ്പോൾ ദൈവം എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? How does the Lord punish you? ചിലപ്പോൾ കഷ്ടത വരുത്തും. Some days he'll bring അപ്പോൾ sufferings. നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് സഹജീവികൾക്കൊക്കെ ഭയങ്കര സഹതാപമാണ്. Your colleagues, fellow beings develop sympathy. പക്ഷേ നിങ്ങൾക്ക് താഴ്ച വരുമ്പോൾ As you are humiliated, നിങ്ങളുടെ സഹജീവികൾക്ക് നിങ്ങളോട് സഹതാപം തോന്നത്തില്ല. others will not develop sympathy. നിങ്ങളുടെ സഹജീവികൾ നിങ്ങളെ നിന്ദിക്കും. Fellow beings will despise you. പണ്ടേ എനിക്കറിയാമായിരുന്നു ആ പാസ് ശരിയല്ല. I had not, this past is not all right. പണ്ടേ എനിക്കറിയായിരുന്നു I had not earlier, it is not all right. 50 വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത്. This took place 50 years ago. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. കഷ്ടത വരുമ്പോൾ മറ്റുള്ളവർക്ക് സഹതാപം തോന്നും. When sufferings come, others will develop sympathy. പക്ഷേ താഴ്ച വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കും. As in a poor state, others will despise you. അപ്പോൾ നിങ്ങളെ പണ്ടുള്ളതെല്ലാം അവർ ഏറ്റു പറയാൻ തുടങ്ങും. They will recall all your past. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? Then what must you do? ഇത് യേശുവിന്റെ പാതയാണ്. This is the path of Jesus. ഹോശന്ന പാടിയവരാണ് ഈത്തരെ പാടുന്നത്. These people sang Hosanna in the past. വാഴ്ത്തപ്പെട്ടവനെ എന്ന് വിളിച്ചവനാണ് മഹാപാപിയെ എന്ന് വിളിക്കുന്നത്. They shouted, Hail! Now they say, Great sinner. ഇത് എന്റെ യേശു പോയ പാതയാണ്. This is the path trodden by my ഇത് നിങ്ങളുടെ Jesus. മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളണം. You have to keep this aim in your mind. അതിലുപരിയായി ഈ നിന്നയുടെ പാതയിൽ പോകുമ്പോൾ Above all, as you pass through this passage of reproach, നിങ്ങൾ 2 കാര്യം ചെയ്യണം. you must do 2 things. ഒന്ന്, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 30-ാം വാക്യം. Book of Lamentations, chapter 3, verse 30. അവിടെ ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, The Lord says to Jeremiah, ഒരു മനുഷ്യൻ തന്റെ യൗവനത്തിലെ നുകം ചുമക്കുന്നത് നല്ലത്. it is good for a man to bear the yoke during the younger days. അവന്റെ മുഖം പൊടിയോളം താഴ്ത്തട്ടെ. His face should be downtrodden and modest. അവൻ വേണ്ടുവോളം നിന്ന ചുമക്കട്ടെ. He must bear reproach to the full. എങ്കിലും ദൈവം അവനെ തള്ളിക്കളയത്തില്ലല്ലോ. However, God will not deny him. ആ വാക്യം ഒന്ന് വായിച്ചാൽ, Shall we go through it? തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ, തന്നെ അടിക്കുന്നവന് കവൾ കാണിച്ചു കൊടുക്കട്ടെ. അവൻ വേണ്ടുവോളം നിന്ന് അനുഭവിക്കട്ടെ, കർത്താവ് എന്നേക്കും തള്ളിക്കളയില്ല. വേണ്ടുവോളം നിന്ന്
നിന്നെ അനുഭവിക്കട്ടെ. He is filled full with reproach. അതിന്റെ മുകളിലത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, The above statement it is written. അവന്റെ മുഖം പൊടിയോളം താഴ്ത്തട്ടെ. He gives a check to him that is പ്രിയ like to him. ദൈവ പൈതലേ, Beloved child of God, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, those who are redeemed by the blood of Jesus, കർത്താവായ യേശുവിനെ അനുഗമിച്ച ശുശ്രൂഷകരെ, workers who followed the Lord, നാം പോകുന്നത് ഏലാ താഴ്വരയിൽ കൂടെയാണ്. through the valley of Elah we are passing ഇത് through. യേശു പോയ താഴ്വരയാണ്. This is a valley trodden by Jesus. നമ്മുടെ ജീവിതത്തിൽ നിന്നയുണ്ടാകാം. There may be reproach in our life. യേശുവിനെ നിന്ദിച്ചതുപോലെ നിസ്സാരമാക്കി നിന്ദിച്ചേക്കാം. As Jesus despised, they will vilify us. യേശുവിനെ മുൾക്കിരീടം ധരിച്ച് നിന്ദിച്ചതുപോലെ നമ്മെ നിന്ദിച്ചേക്കാം. Jesus crowned the thorny crown and despised. അപ്പോൾ നാം എന്ത് ചെയ്യണം? Then what must we do? നമ്മുടെ മുഖം കുനിച്ച് നാം മൗനമായിരിക്കണം. Bow down the face, remain silent. എത്ര ദൈവമക്കൾക്ക് അത് കഴിയും? How many can exercise this? ഇനി ഒരു നിന്നയുടെ പാതയിൽ പോകേണ്ടി വന്നാൽ, If you have to pass through another passage of reproach, നിങ്ങളുടെ മാന്യതയുള്ള മുഖം പൊടിയോളം താഴ്ത്താൻ എത്ര പേർക്ക് കഴിയും? your honorable ways, how can you just down to the dust? നിന്റെ നിന്ന എന്റെ മേൽ വീണുപോയി. Your reproach fell upon me. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Tonight, let me ask you, നിങ്ങൾ നല്ല കാലത്ത് യേശുവിന്റെ മുഖം ഏച്ചുകൊണ്ട് യേശുവിനോടുകൂടെ വന്നതാണോ? during the good season, you bore the yoke with നിങ്ങൾ Jesus, വേണ്ടുവോളം നിന്ന ചുമക്കുവീൻ. and you have to bear the reproach of ഏത് God. യേശുവിന്റെ പാതയാൽ This is the path of Jesus. നിങ്ങളുടെ മുഖം പൊടിയോളം താഴ്ത്തുവീൻ. No down your head up to the dust. എന്നാൽ ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. Still, God will not deny you. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many people believe this? കർത്താവേ, ഞാൻ പോകുന്ന വഴി നിന്റെ പാതയാ. Oh Lord, I'm passing through thy way. ഞാൻ കേൾക്കുന്ന ആ നിന്ന നീ കേട്ടതാണ്. The reproach leveled against me is ഇപ്പോൾ leveled ഞാൻ against you എന്റെ too. മുഖം പൊടിയോളം താഴ്ത്തുകയാണ്. I low down my face up to the dust. ഇനി മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, In another passage it is written, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ coming to Hebrews, പൗലോസ് പറയുന്നു, Saint Paul says, ആകിയാൽ നിന്നെയും ചുമന്ന് therefore bear the reproach, നിങ്ങൾ പാളയത്തിന്റെ പുറത്ത് യേശുവിന്റെ അടുക്കൽ ചെല്ലുവിൻ. go without the camp unto Jesus. എബ്രായ ലേഖനം 13 അധ്യായം 3 വാക്യം. Jesus, Hebrews 13:3. അവിടെ പറയുന്നു, നിന്നെയും ചുമന്ന് യേശുവിന്റെ അടുക്കൽ ചെല്ലുവിൻ. It is mentioned, bear the reproach, who unto ഇന്ന് Jesus. രാത്രി നിന്നെ ചുമന്ന് വ്യാകുലപ്പെടുന്നവരെ, Those who are tormented, bearing this reproach tonight. നിന്നയുടെ ഭാരം വഹിച്ചു വലയുന്നവരെ, Those who are bearing the burden reproach and embarrassed. നീ പോകേണ്ട പാതയാണിത്. This is a path ordained for you. ഇത് യേശു പോയ പാതയാണ്. This is a path undertaken by നമുക്ക് Jesus. സന്തോഷത്തോടെ കർത്താവിനെ അനുഗമിക്കാം. With joy, let's follow the law. നമുക്ക് നിന്നെയും ചുമന്ന് യേശുവിന്റെ അടുക്കൽ ചെല്ലാം. Let's bear the reproach, who unto Jesus. ആ നിന്നയുടെ മുമ്പാകെ മുഖം കുനിച്ച് നിൽക്കാൻ ഒക്കുമോ? Can you just put your head down before the reproach? ചില മനുഷ്യരൊക്കെ ഉണ്ട്, Some people, നമ്മൾ കോളാക്കുപ്പി പോലെ ഇരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. it is like that, like a spittoon, people remain there. കണ്ട പാവങ്ങളാണെന്നേ. It seems to be poor people. തൊട്ടുപോയാൽ അവിടെ ഹിരോഷിമയിൽ വീണ ബോംബിനേക്കാളും ഭയങ്കരം. If you touch them, that is severe blast. ചില മനുഷ്യരെ തൊട്ടുപോയാൽ, Touch some people. നീ ചില മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen some people? അവർ വലിയ ആത്മീയ പ്രകടനമൊന്നും ഉണ്ടായിരിക്കത്തില്ല. No pretension of being spiritual. ഭയങ്കര മനസ്സ്, ഒരു വിശാലപ്പെട്ട മനുഷ്യർ. Broad-minded people. ചില മനുഷ്യർ വലിയ മനുഷ്യരാ, Some people sturdy. 3/4 ടണ്ണ് ഭാരം കാണും. They will find that they turn പക്ഷെ അവരുടെ them 3/4 ton. ഹൃദയവിശാലത എന്ന് പറഞ്ഞ ഒരു ചെറിയ ചമ്പമ്പാക്കിന്റെ വലുപ്പമേ ഉള്ളൂ. It is like a small vessel, their broad-minded shall be. ഒരു നിസ്സാര കാര്യം മതി, എല്ലാം തീർന്നു. Before a minor thing, everything comes to pass. ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. Glory be to the Lord. ഇനി ചില മനുഷ്യർ വളരെ ചെറിയവരാണ്, വിശാലപ്പെട്ട മനസ്സ്. Some people physically small, broad-minded. നമ്മുടെ ബഹുമാനപ്പെട്ട പഴയ മന്ത്രിമാരിൽ ഒരാളായ AK ആന്റണി, A.K. Anthony, one of the honorable former ministers. അദ്ദേഹം മറ്റുള്ളവരിൽ വളരെ ഡിഫറൻസ് ആണ്. He is different from others. അപ്പോ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പേപ്പറുകാരി ചോദിക്കും. When journalists ask something, സാറേ, ഇങ്ങനെ കരുണാകരൻ പറഞ്ഞല്ലോ പഞ്ചസാര കേസില് സാറിന് കൈയുണ്ടെന്ന്. Karnagaran accused that you got a role in that sugar case. പേപ്പറുകാരി ചോദിക്കും, പറയാ, At the time of the journalist asking, he would say, ലീഡർ അങ്ങനെ പറഞ്ഞോ? has the leader said so? ഞാൻ കേട്ടില്ലല്ലോ. I haven't heard. ശരി, എനിക്ക് പഞ്ചാര ഇടപാടിൽ പഞ്ചാര ഇറക്കുമതി ചെയ്തതിൽ എന്തെങ്കിലും കൈയുണ്ടോ എന്ന് ഞാൻ പഠിച്ചിട്ട് പറയാം. Let me learn and tell them whether I got a role in the scam. സാറിനപ്പെട്ടവരെ കൊണ്ട് ഒക്കുവോ?
Can it be done with ordinary നമ്മുടെ people? പാസ്റ്റർ ഫിലിപ്പപ്പച്ചൻ അങ്ങനെ ആയിരുന്നു. Pastor Philip was the son. ഒരിക്കൽ അവിടെ ഒരു ലോഡ് സിമന്റ് വന്നു. Once a load of cement came അപ്പൊ in, ലോഡിംഗ് തൊഴിലാളികളെല്ലാം കൂടെ സിമന്റ് ഇറക്കാൻ വന്നു. the loadsman came to there to put it അപ്പൊ down. അവിടെയുള്ള വിശ്വാസികളും പാസ്റ്റർമാരും എല്ലാം കൂടെ കൂടി ഇറക്കി. The believers and the pastors just offloaded. അപ്പൊ അവിടെയുള്ള യൂണിയൻകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. The porters were not delighted. അവരവിടെ ചെന്നിട്ട് പാസ്റ്റർ ഫോൺ ചെയ്തു, സെൻട്രൽ പാസ്റ്റർ വേണം. They telephoned, we want to talk to അപ്പൊ such a അദ്ദേഹത്തെ pastor. ഫോണിൽ കൂടെ ചീത്ത വിളിക്കാൻ തുടങ്ങി. They started using കുറെ abusive language. എന്തൊക്കെയോ പാസ്റ്ററെ ദുഷിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. They were defaming a pastor. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചോദിച്ചു, കഴിഞ്ഞോ? After some time, the pastor, has it been over? സംസാരിച്ച് കഴിഞ്ഞോ? Has it been over? ശരി, വെക്കട്ടെ. Okay, shall I keep it down? ആരാ നാണം കെട്ടത്? And who is put to shame? അയ്യോ, ചെറിയ കാര്യമാണ്. Is it a minor thing? ഇവിടെ ബഹുമാനപ്പെട്ട സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായി. In the context is from Vivekananda was coming from England to India. അപ്പൊ അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നപ്പോ രണ്ട് ഇംഗ്ലീഷുകാർ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ്. He was traveling in the flight, on either side two Englishmen were sitting. സ്വാമി ഒരു പുതപ്പും പുതച്ച് കുനിഞ്ഞിരിക്കുകയാണ്. Somebody put on a shawl, he was bowed down. ഇംഗ്ലീഷുകാരൻ കോട്ടൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. The Englishman in full suit. അപ്പൊ ഇംഗ്ലീഷുകാരൻ മറ്റേ ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു, ഇവനൊരു കഴുതയാണ്, One person speaks out that he's a donkey. ഇവനൊരു കഴുതയാണ്. He's a donkey. അപ്പൊ അദ്ദേഹം അപ്പുറത്തെ നിർത്താൻ പറഞ്ഞു, നോ ഹീസ് എ മങ്കി, ഇവനൊരു കുരങ്ങനാണെന്ന്. The other man said that no, he's a monkey. അപ്പൊ ഇദ്ദേഹം എന്ത് പറഞ്ഞു? What did he say? സോറി സുഹൃത്തുക്കളെ, Sorry friends. ഞാൻ ഇതിന്റെ രണ്ടിന്റെ നടുവിലിരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരനാണ്. No, I'm a passenger traveling in the between the two. അപ്പൊ ഇംഗ്ലീഷുകാരൻ ഐസായി പോയി. The Englishman is now taken aback. നീ കുരങ്ങ, ഇവൻ കഴുതയാണെന്നൊന്നും പറയാൻ പോയില്ല. He didn't say that you are monkey, he's donkey. ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, ഇദ്ദേഹം മഹാനാണെന്നൊന്നും അറിഞ്ഞുകൂടാ. They thought he doesn't know English. അപ്പൊ ഇംഗ്ലീഷുകാരൻ പറഞ്ഞത് ഇവൻ കഴുതയാണ്. The Englishman said that he's a donkey. മെച്ചവൻ പറഞ്ഞ എന്താണ്? ഇവൻ കുരങ്ങനാണ്. Other says he's the monkey. അപ്പൊ സ്വാമിജി എന്താണ് പറയുന്നത്? What is Swami saying? അയ്യോ, ഇത് രണ്ടും അല്ലേ? Neither two. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഇരുന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണ്. A passenger sitting in between these two. ഞാൻ ചോദിക്കട്ടെ, ഈ മനോഭാവം നമുക്കുണ്ടോ? Let me ask you, do you have this temperament? ചില മനുഷ്യർക്ക് ഒരു തുമ്പ് കിട്ടിയാ മതിയെന്ന്. With a small moat, some people are embarrassed. കേരള പോലീസിന്റെ പോലീസ് നായിക്കില്ല ഇത്രയും ശേഷി. Detective of Kerala police, it is more powerful. അതെ, മാന്തി മണത്ത് പിടിച്ച് ഉറക്കം കെട്ട് സ്വസ്ഥത, എന്തൊരു ഡിസ്റ്റർബ്. Scratching, snuffing, and finding fault with the detecting. What restlessness. അവൻ തലയും കുത്തി നിന്ന് അവന്റെ കഴുത്തല്ലേടാ നോവുന്നത്. And if he is a topsy-turvy, and his neck will be aching. നമ്മുടെ കഴുത്ത് വാടകയ്ക്ക് എടുത്തിട്ടല്ലല്ലോ അവൻ തല കുത്തി നിൽക്കുന്നത്. He hasn't hired our neck, and he is a topsy-turvy. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of ഞാൻ God. പഠിക്കും കാലത്ത് എനിക്കൊരു സാർ ഒരു കാര്യം പറഞ്ഞു. During my school days, my teacher taught me. എന്റെ പേര് തോമസ് എന്നാണ്. My name is Thomas. എന്നോട് കുറുപ്പ് സാറ് പറഞ്ഞത്, That Kurpasa told me. എടാ തോമായെ, വിമർശനം പേടിക്കരുത്, സഹതാപം തേടരുത്. Thomas, do not fear criticism, do not seek sympathy. വിമർശനം പേടിക്കുന്നവനും സഹതാപം തേടുന്നവനും വികലാംഗനാണ്. He that seeks sympathy and he is frightened with this criticism is handicapped. ആയിരക്കണക്കിന് ആളുകൾ വിമർശിക്കും. Thousands of people might criticize നമ്മൾ you. അതൊന്നും വീക്ഷിക്കാൻ പോകരുത്. Don't bother about. ഹിറ്റ്ലർ എന്താണ് പട്ടാളക്കാരോട് പറഞ്ഞത്? What did Hitler say to the army men? പുറകിൽ നിന്ന് ഒരുത്തൻ നിങ്ങളെ കുത്തുമ്പോ ഓർത്തോണം, നിങ്ങളാ മുമ്പിൽ നിൽക്കുന്നത്. When a person stabs your back, say you are before. നിങ്ങൾ മുമ്പിൽ നിന്നോണ്ടല്ലേ അവൻ പുറകിൽ നിന്ന് കുത്തിയത്. You are standing before, that's why he stabbed back. നിങ്ങളെ വലതുകാലെടുത്ത് മുൻപോട്ട് വെക്കുമ്പോ As you give the right step, നിങ്ങളെ നടന്നു പോകുകയാണ്. you move forward. നിങ്ങളുടെ വലതുകാലെടുത്ത് മുൻപോട്ട് വെക്കുമ്പോ You are keeping the right step. നിങ്ങളുടെ ആരെങ്കിലും ഇടതുകാല് ദുഃഖിക്കാറുണ്ടോ? And whether the left step will be grieved. അങ്ങനെ ഇന്ന് വരെ നിങ്ങളെ ആരുടെയെങ്കിലും ഇടതുകാല് ദുഃഖിച്ചിട്ടുണ്ടോ? So far has your left foot ഒരിക്കലും grieved. ദുഃഖിച്ചിട്ടില്ല. No, never grieved. ഇടതുകാലിന് അറിയാം, Because it knows അവർ അച്ഛൻ ഇനിയും മുൻപോട്ട് വെക്കണമെങ്കിൽ ഞാനുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. to keep that forward, that needs this one. വലതുകാല് വെക്കുമ്പോൾ ഇടതുകാല് ദുഃഖിക്കത്തില്ല. When the right step gives the forward, left step does ഇടതുകാല് not വെക്കുമ്പോൾ grieve. വലതുകാലും ദുഃഖിക്കത്തില്ല. When the left gives the forward, right is നമ്മൾ not grieving. ഒരിക്കലും വിമർശനം പേടിക്കരുത്. Do not fear criticism. ഭൂതലത്തിൽ ആരുടെയും സഹതാപം തേടരുത്. Do not seek the sympathy of anybody നാം in the പോകുന്ന world. വഴി യേശുവിന്റെ വഴിയാ.